അതിനേക്കാൾ വലിയൊരു അത്ഭുതം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് കണ്ട പോലെയല്ല. പിന്നെ അവിടെ കിടക്കുന്ന മുഴുവൻ ആളുകളും എഴുന്നേറ്റിട്ട് അങ്ങനെ ഭൂമിയിൽ ഇരുന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ മണ്ണിൽ കളിക്കുകയാണ്. എഴുന്നേറ്റവരൊക്കെ ഇങ്ങനെ മണ്ണിൽ കളിക്കുന്ന കളിയാണ്. എന്താ സംഭവം? കല്ല് പൊറുക്കുകയാണ്. യാ അല്ലാ യാ അല്ലാ. അല്ലാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, എല്ലാ അമ്പിയാക്കളും ചെയ്ത സംഗതിയാണ് നമ്മൾ ചെയ്യുന്നത്. ആ നിലത്ത് ഇങ്ങനെ എന്നിട്ട് നമ്മൾ എന്താക്കുക? കല്ല് പൊറുക്കണം. വല്ലാത്തൊരു ഇബാദത്താണത്. അള്ളാഹു അവിടെ പോയി കല്ലെടുക്കണം എന്ന് പറഞ്ഞാൽ അതിലേറെ നല്ല കല്ല് നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് കല്ല് വെച്ച് പോയാൽ മതിയോ? അത് അവിടെ തന്നെ പോയിട്ട് എടുക്കണം. അതുകൊണ്ട് ഒരു മുടക്കമില്ലാതെ നമ്മുടെ കൈ കൊണ്ട് തന്നെ കല്ലെടുക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ചെറിയ മണി കല്ല്, കടലക്ക മണിയുടെ വലിപ്പമുള്ള കല്ല് എടുക്കല്ലേ? എന്നാ നിങ്ങൾ എൻ്റെ കൂടെ നോക്കിക്കോളി. 1 ആദ്യത്തെ ദിവസം എറിയാൻ എത്ര കല്ല് വേണം? അത് നമ്മൾ എങ്ങനെ എടുത്തു? ഒരു പൊടി വാരിയിട്ട് ഇത് 7 ഉണ്ടാകും അല്ലെങ്കിൽ 10 ഉണ്ടാകും. അങ്ങനെയല്ല എടുക്കേണ്ടത്. എങ്ങനെ എടുക്കണം? 1 പെണ്ണുങ്ങളൊക്കെ നമ്മളെ കൂടെ എണ്ണീട്ടുണ്ടാവും എന്ന് വിചാരിക്കാല്ലേ. പെണ്ണുങ്ങളെ പറ്റി നമുക്ക് നല്ല വിചാരമാണ് നല്ലത്. അള്ളാഹു ഖൈറ് തരട്ടെ. 7 കല്ല് ആദ്യം എടുത്തു. 7 ആദ്യം എടുത്തു. ഒരു സ്ഥലത്താണ് ഫസ്റ്റിൽ എറിയേണ്ടത്, അതിന് 7. പിന്നെ നമുക്ക് 7, 7, 7 അങ്ങനെ 3 പ്രാവശ്യം എറിയണം. 2ാമത്തെ, 3ാമത്തെ, 4. അപ്പോൾ നമുക്ക് എന്താണ് 3 ദിവസം എറിയാൻ? 21, 21, 21. അപ്പം എത്രയായി? 63ഉം 7ഉം 69 അല്ലേ? 63, 7 എത്രയായി? 70 അല്ലേ? 70 കല്ലെടുത്തു. 70 കല്ല് ഒരു സൂക്ഷ്മതക്ക് അഥവാ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ പരിഹരിക്കാൻ ഒരു 5 കല്ല് ജാസ്തി എടുത്തു. എത്ര എടുത്തു? അവിടെ ഞാനൊരു മസാല അപ്പം തന്നെ ചേർത്ത് പറയാം. 5 കല്ല് കൂടുതലെടുത്തു. ഏറ് കഴിഞ്ഞിട്ട് 1, 2, 5 കല്ല് ബാക്കിയുണ്ടെങ്കിൽ ആ കല്ല് അവിടെ തന്നെ ഉപേക്ഷിക്കണം. അതൊരിക്കലും നാട്ടിലേക്ക് കൊണ്ടുവരാൻ അബദ്ധത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ല. ഹറമിൽ നിന്നൊരു സാധനം ഹില്ലിലേക്ക് കൊണ്ടുവരൽ കടുത്ത ഹറാമാണ്. നമുക്ക് തോന്നും മിനയിൽ എറിയാനെടുത്ത കല്ലാണ്, ഇതൊരു ബർക്കത്തിന് വേണ്ടി ഞാൻ കൊണ്ടുപോട്ടെ, മോന് വീടുണ്ടാക്കുമ്പോൾ ഒന്ന് ആ കല്ല് വെക്കാം, നമ്മുടെ നാട്ടിലൊരു പള്ളിപ്പണി ഉണ്ട് അതിനെ തറക്കല്ലിടാം, അങ്ങനെ കരുതിയിട്ട് ബർക്കത്തിന് കൊണ്ടുവരാൻ പാടുണ്ടോ? ഹറമിൽപ്പെട്ട ഒരു സാധനത്തെ ഹില്ലിലേക്ക് കൊണ്ടുവരൽ കടുത്ത ഹറാമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. അള്ളാഹുവെ ഖൈറ് നൽകണേ അല്ലാഹ്. അപ്പൊ എത്ര കല്ലെടുത്തു? 70 കല്ലെടുത്തു. ഇനി നമുക്കിങ്ങനെ നോക്കാം. ബിസ്മില്ലാ. നോക്കുക, കിട്ടിയില്ലേ? വേഗം കൊടുത്തോളി. ബിസ്മില്ലാ. ഉച്ചഭക്ഷണം ഉണ്ടോ? ഉണ്ടോ? ഓ, അപ്പൊ പിന്നെ ഗംഭീരമായി. ഇൻഷാ അല്ലാഹ്. ഇവിടെ ഇപ്പൊ സാറേ ഒരു അത്ഭുതം നമ്മളിപ്പോൾ കാണുന്നത് എന്താണെന്നറിയോ? ദാഹവും വിശപ്പും ഒക്കെ കേൾവിക്കാർക്കാണ്. പറയുന്ന ആളെ ആരും പരിഗണിക്കുന്നില്ല. ഞമ്മക്കോട് സമൂസയില്ല, ഞമ്മക്കോട് കുഞ്ഞുമൂസയില്ല. നിങ്ങളിങ്ങനെ കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഓരോ സ്ഥലത്തും ഓരോ രീതിയാണല്ലോ. ഒരാളും പോകൂല, അതല്ലേ? അല്ലാഹു റബ്ബി, എനിക്കങ്ങനെ ഒരാൾ ക്ലാസ്സിൽ നിന്ന് പോയ അനുഭവമുണ്ട്. അപ്പോൾ അള്ളാഹു തആല ഖൈറ് തരട്ടെ. ഒന്ന് നിങ്ങളിവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ മുസ്ദലിഫയിൽ നിന്ന് കല്ല് പൊറുക്കിയപ്പോൾ നമ്മളെല്ലാവരും, കല്ലെല്ലാവരും കയ്യിലില്ലേ? ഉണ്ടോ? ഇപ്പം കയ്യിൽ കല്ലല്ല അല്ലേ? ശരി, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോളി. ഇനി നമ്മൾ ഒന്നിച്ച് ഒതുവൊക്കെ എടുത്ത് അവിടെ കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വേഗം ഒരു ഒതു എടുക്കണം. ഇപ്പം നമ്മളെ കയ്യിലുള്ള ഈ വെള്ളം ഉണ്ടല്ലോ, വെള്ളക്കുപ്പി, ആ വെള്ളക്കുപ്പി തന്നെ മതി ഒരു ഒതു പൂർത്തിയായിട്ട് എടുക്കാൻ. നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഒതു എടുത്ത് ഇൻഷാ അല്ലാഹ് അവിടെ നിന്നിട്ട് അങ്ങ് ദുആ ചെയ്യാം. ഒരു ദുആ ചെയ്യണം. എന്താ ദുആ? അല്ലാഹുവേ, നിന്റെ അറഫയിലെത്തി ഹജ്ജ് പൂർത്തിയാക്കി ഞാൻ അറഫയിൽ നിന്ന് വരികയാണ്. പടച്ചോനെ, ഇനി എൻ്റെ ജീവിതത്തിൽ ഇബ്ലീസിനെ കൂടെ നിർത്തിയിട്ട് നീ എന്നെ നരകത്തിൻ്റെ വിറകാക്കല്ലേ.
നരകത്തിൻ്റെ വിറകാക്കല്ലേ, അതൊരു വല്ലാത്ത സങ്കടപ്പെട്ട് പറയണം അവിടെ. അങ്ങനെ ദുആ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ സുബൈൻ്റെ വാങ്ക് വിളിച്ചു. കിട്ടിയ സ്ഥലത്ത് ആളുകളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, ഒറ്റക്കും കൂട്ടമായിട്ടൊക്കെ നിസ്കരിക്കുന്നുണ്ട്. ആ മൈതാനിയിൽ കിട്ടിയ സ്ഥലത്ത് നമ്മളും സുബൈ നിസ്കരിക്കാം. നിസ്കരിച്ചോ? നിസ്കരിച്ചില്ലേ? ഇനി നിങ്ങൾ വാഹനം നോക്കിയിട്ട് യാതൊരു കാര്യമില്ല, എല്ലാവരും നടക്കുക, എല്ലാവരും നടക്കുക. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഇതൊരു വല്ലാത്ത രംഗമാണ്. എന്താണ് സംഭവം? നമ്മളെല്ലാവരും അറഫ കഴിഞ്ഞ് മുസ്ദലിഫയിൽ നിന്ന് കല്ലെടുത്ത് നമ്മളൊക്കെ വീണ്ടും മിനയിലേക്ക് പോകാൻ. പോകാണ് മിനയിലേക്ക് പോകാൻ. ഇനി മിനയിലെത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അറഫ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളിപ്പോൾ ഹജ്ജിന് ഇഹ്റാം ചെയ്തില്ലേ? ഹജ്ജിന് ഇഹ്റാം ചെയ്തില്ലേ? ചെയ്തു. അറഫയിൽ നിന്നില്ലേ? നിന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? മുസ്ദലിഫ, മിന, മക്കത്തുൽ മുക്കറമ. മുസ്ദലിഫ, മിന, മക്കത്തുൽ മുക്കറമ അല്ലേ? മുസ്ദലിഫ ഹജ്ജിന്റെ വാജിബാത്തിൽപ്പെട്ടതാണ്. ഹജ്ജിന്റെ നിർബന്ധമായിട്ടും അവിടെ എത്തണം. അഥവാ ചില കാരണങ്ങളാൽ എത്തിയില്ലെങ്കിൽ അറുത്ത് കൊടുത്തുകൊണ്ട് പരിഹരിക്കാൻ പറ്റും. 2, അവിടുന്ന് മിനയിലെത്തണം. അത് ഹജ്ജിന്റെ വാജിബാത്താണ്. എറിയലും വാജിബാത്തിൽപ്പെട്ടതാണ്, രാപ്പാർക്കലും വാജിബാത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് ഹജ്ജിന്റെ വാജിബാത്തിന് വേണ്ടി നമ്മൾ മുസ്ദലിഫയിൽ വന്നു. ഇനി നമ്മൾ നേരെ എങ്ങോട്ട് പോവുകയാണ്? മിനയിലേക്ക് പോകാൻ. മിനയിലെത്തിയാൽ ആദ്യം ചെയ്യാനുള്ള ഒന്നാമത്തത്, മിനയിലെത്തിയാൽ പ്രധാനപ്പെട്ടത് അന്നത്തെ കല്ലേറാണ്. അന്നത്തെ കല്ലേറാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒന്ന് എൻ്റെ കൂടെ നിൽക്കും. എല്ലാവരും മുസ്ദലിഫയിൽ നിന്ന് നമ്മൾ അറഫയിൽ എത്തി. അറഫ നമ്മൾ നിൽക്കുന്നത് ദുൽഹജ്ജ് 10-ന്റെ രാവിനാണ് അല്ലേ? നമ്മൾ മുസ്ദലിഫയിൽ എത്തിയത് അറഫ 10-ാം രാവാണ് അല്ലേ? 10. ഇപ്പൊ നമ്മൾ എവിടെയാണ് എത്തിയത്? 10. നേരത്തെ 7, 8, 9 കഴിഞ്ഞാൽ 10. ഇപ്പൊ മാസം എത്രയാണ്? 10. നാട്ടിൽ പെരുന്നാളാണ്. നാട്ടിലേതാണ്? പെരുന്നാളാണ്. നമ്മളിവിടെ എവിടെയാണ്? ഇനി മിനയിലേക്ക് പോകാൻ. മുസ്ദലിഫയിൽ നിന്ന് എവിടേക്ക് പോകാണ്? മിനയിലേക്ക് ഇങ്ങനെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ആ വഴിക്ക് ഇങ്ങനെ റോട്ടിൽ ഒരു 2 ലക്ഷം ആൾക്കാർ, രണ്ടാമത്തെ റോട്ടിൽ ഒരു 3 ലക്ഷം ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ നടക്കാനുള്ള പന്തലിൽ ഒരു 10 ലക്ഷം ആൾക്കാർ ഒഴുകാൻ. ആ ഒഴുക്കൽ നമ്മളും അങ്ങനെ പോകുക അറിയാതെ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. അങ്ങനെ പോയി കുറച്ചങ്ങോട്ടെത്തി. എറിയുന്നതിൻ്റെ അടുത്ത സ്ഥലത്തെത്തി. ആ റോട്ടിന് വന്ന ആളുകൾ അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിലേക്ക്, രണ്ടാമത്തെ റോട്ടിൽ വന്നിരിക്കുന്ന ആളുകൾ സെക്കൻഡ് ഫ്ലോറിലേക്ക്, മറ്റേ റോട്ടിന് വന്നിരിക്കുന്ന ആളുകൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക്. ഓരോ സ്ഥലത്ത് ഇപ്പോൾ എറിയുന്ന സ്ഥലത്ത് തിരക്ക് കുറവാണ്. എന്തുകൊണ്ട്? ഫ്ലോർ കണക്കാക്കിയിട്ട് എറിയാൻ സൗകര്യപ്പെടുത്തി. 1, നമ്മളൊരു അത്ഭുതം കേൾക്കുകയാണ്. എന്താ ഇതിന് പറയാം? അവസാനത്തെ ഇതിനെന്താ പറയുക? കൊട്ടിക്കലാശം, അഥവാ കലാശക്കൊട്ടം, എന്താ പറയുക? 2 ഒക്കെ ഇങ്ങനെ. ആ കൊട്ടിക്കലാശത്തിൽ ഇങ്ങനെ അവിടുന്ന് പാർട്ടിൻ്റെ ഇവിടുന്ന് പാർട്ടി. ഇതെന്താണ്? ഇത് നമ്മെ സ്വർഗത്തിലേക്ക് തിരഞ്ഞെടുക്കാം. മറ്റേ കൊട്ടിക്കലാശത്തിൽ ആരാ ജയിക്കാന്നറിയില്ല. ചെയ്ത വോട്ടൊക്കെ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. ഇങ്ങനെ ചെയ്ത വോട്ടൊക്കെ ഇപ്പോൾ എവിടെ ഉണ്ട്? അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. തണുത്ത് എന്താ വിവരം കിട്ടുക എന്നുള്ളത് അറിയില്ല. ഇപ്പം നമ്മളെ തിരഞ്ഞെടുക്കുകയാണ് നമ്മൾ അല്ലേ? അപ്പം ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന എല്ലാവരും ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക. ലക്ഷങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞ ആൾക്കാർ ഇങ്ങനെ പുറത്തു വരുന്നുണ്ട്. ആ റോട്ടിന് 1 ലക്ഷം, ഈ റോട്ടിനൊരു 4 ലക്ഷം, ഈ റോട്ടിനൊരു 5 ലക്ഷം. ഇങ്ങോട്ട് വരുന്ന അങ്ങോട്ട് നടക്കുന്നവരൊക്കെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഇങ്ങോട്ട് വരുന്നവരൊക്കെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഓ എൻ്റെ പുത്തു മുഅ്മിനുകളെ, കണ്ണീരിൻ്റെ മഴ പെയ്യുന്ന സമയമാണത്. അങ്ങോട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ഇങ്ങോട്ട് എല്ലാവരും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. മകനെ കഴുത്തിൽ കത്തി വെക്കാൻ പോകുമ്പോൾ ഒരാട്ടിനെ അറുക്കാൻ കൊടുത്തപ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ആ ത്യാഗത്തിൻ്റെ 2 ദിക്ർ, ആ ത്യാഗോജ്ജല ജീവിതത്തിൻ്റെ 2 ദിക്ർ, അതിങ്ങനെ അപ്പുറത്തുനിന്ന് ലബ്ബൈക്, ഇപ്പുറത്തുനിന്ന് തക്ബീർ. എന്തൊരു കാഴ്ചയാണത്, എന്തൊരു അവസരമാണത്. അല്ലാഹു
അത് അവിടെ പോയി അനുഭവിച്ചവർക്ക് മാത്രം ബോധ്യപ്പെടും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ഒരിക്കലെങ്കിലും അവസരം തരണേ അല്ലാ. വല്ലാത്തൊരു രംഗമാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ലബ്ബൈക് ഹജ്ജിൻ്റെ അവസാനത്തെ തെൽബിയത്താണ് നമ്മളിപ്പോൾ ചെല്ലുന്നത്. ഈ ഏറ് കഴിഞ്ഞാൽ ഇനി ലബ്ബൈക്കേ ഇല്ല, ഇനി നമുക്ക് തക്ബീറാണ്. ഇങ്ങോട്ട് വരുന്നവർ തക്ബീർ, അങ്ങോട്ട് പോകുന്ന ലബ്ബൈക്ക. എന്തൊരു രംഗമാണതെന്നറിയോ? അല്ലാ, വരിക, എല്ലാവരും ഒരുമിച്ച് വരിക. എറിയുന്ന സ്ഥലത്തെത്തിയാൽ 1 അവിടെ ഇന്ന് ഏറില്ല, 2 അവിടെ ഏറില്ല, 3-ാമത്തെ സ്ഥലത്തെത്തി. ഒരു സ്ഥലത്ത് മാത്രമാണ് പെരുന്നാൾ ദിവസം ദുൽഹിജ്ജ 10 ഒരു സ്ഥലത്താണ് എറിയേണ്ടത്. ആദ്യത്തെ ദിവസത്തെ ജംറത്തുൽ അഖബ, എന്താ പറയാ, വലിയ ജംറ എന്നാണ് ഇതിന് പറയാം. മലയാളത്തിൽ പറയുമ്പോൾ എന്തു പറയും? വലിയ ജംറ. അവിടെ എത്തി. ഒന്ന് നോക്കി, നിങ്ങൾ എത്തിയോ? എല്ലാവരും എത്തിയോ? എത്തുന്നതിന് മുമ്പ് തന്നെ ആളുകൾ എറിയാൻ തുടങ്ങി. അതൊരു ശരിയല്ല. നമ്മൾ എത്തിയിട്ട് എറിയാനുള്ള സ്ഥലം അവിടെ ഒരു പ്രത്യേക പില്ലർ ഒരു കൊടുത്ത് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ അടയാളപ്പെടുത്തിയത് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ബോട്ട് നിർത്തിയതുപോലെ, ഏതുപോലെ? ഒരു ബോട്ട് നിർത്തിയതുപോലെ ഒരു ഭാഗം വിശാലമായി ഇങ്ങനെ ഒരു സൗകര്യം. നമ്മളതിൻ്റെ അടുത്തെത്തുക. ഉമ്മയോ ഭാര്യയോ ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ പുരുഷന്മാരെന്ത് ചെയ്യണം? നമ്മൾ 2 കൈ ഇങ്ങനെ നിർത്തിയിട്ട് ഉമ്മയെ നമ്മുടെ 2 കൈയിൻ്റെ ഉള്ളിൽ നിർത്തുക, ഭാര്യയെ നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ നിർത്തുക, കഴിവില്ലാത്ത വാപ്പായെ നമ്മുടെ 2 കൈയിൻ്റെ ഉള്ളിൽ നിർത്തുക. ഇങ്ങനെ നിർത്തിയിട്ട് അവരെ കൊണ്ട് എറിയിപ്പിക്കുക. ആദ്യം എങ്ങനെയാണ് അറിയേണ്ടത്? 7 കല്ല് ഇടത്തെ കയ്യിൽ പിടിച്ചു, 7 കല്ല് ഇടത്തെ കയ്യിൽ പിടിച്ചു. ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇടഭാഗത്തെ മക്കയുടെ ഭാഗം, വലഭാഗത്തെ മിനയുടെ ഭാഗം. അവിടെ നിന്നുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും കല്ലെറിയണം. സ്ത്രീകൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. പുരുഷന്മാർ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. പുരുഷൻ്റെ സൗണ്ടും അവൻ്റെ ഏറും കുറച്ച് ഗാംഭീര്യം കൂടണം. സ്ത്രീ അവളെ സൗണ്ട് കുറയ്ക്കുകയും അത് ഏറ് ശക്തിപ്പെടുത്തുകയും ചെയ്യണം. 2 കൂട്ടരും എറിയണം. സ്ത്രീയുടെ കൈ നെഞ്ചിന് നേരെ ഉയർന്നാൽ മതി. പുരുഷൻ കൈ പൊക്കിയാൽ കക്ഷത്തിൻ്റെ വെളുപ്പ് കാണുന്ന രീതിയിൽ കൈ പൊക്കണം. 2 കൂട്ടരും 1, 2, 3, പിന്നെ 7 തന്നെ എറിയണം. 7 കല്ലും കൂടി കൂട്ടിയിട്ട് ഒറ്റ ഏറെറിഞ്ഞാൽ എത്ര ഏറാവും? 1 ഏറാകും. ബാക്കി 6 വേറെ എറിയേണ്ടി വരും. അപ്പോൾ അതൊന്നും അവിടെ പറ്റൂല. ഏതെന്നെ വേണം? ഓരോന്ന് തന്നെ. നരകത്തിൻ്റെ വാതിൽ 7 നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വൻ കുറ്റങ്ങൾ ശറഅ് പറഞ്ഞത് 7. ഈ 7 തെറ്റ് ഇനി എൻ്റെ അടുക്കൽ വരരുതേ. നരകവാതിൽ എനിക്ക് നേരെ തുറക്കപ്പെടരുതേ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. റെഡിയായില്ലേ? എറിഞ്ഞോ? എല്ലാവരും റെഡിയല്ലേ? ഏറ് കഴിഞ്ഞാൽ 1 സെക്കൻഡ് അവിടെ നിൽക്കേണ്ടതില്ല. ഏറ് കഴിഞ്ഞാൽ വേഗം പോരാ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അല്ലാഹു അക്ബർ, അല്ലാഹു ഞാൻ ഈ കൊല്ലം നമ്മൾ ചെയ്യുന്ന ഹജ്ജിനെ പറ്റിയാണ് പറയണത്. ലോകത്തുനിന്ന് എല്ലാവരും വന്ന് എല്ലാവരും ഹജ്ജിനെ പറ്റി പഠിക്കുകയാണോ? അല്ല, നമ്മളിപ്പോൾ ചെയ്യുന്ന ഹജ്ജിനെ പറ്റിയാണ് പഠിക്കണത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ് കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ചെയ്യാനുള്ളതിൽ ഒന്ന്, ഏറ് കഴിഞ്ഞാൽ മുടി കളയാം. അപ്പോൾ നമ്മൾ 2 രൂപത്തിലാണ് മുടി കളയുന്നത്. സ്ത്രീകളെല്ലാം അവരെ ടെൻറ്റിലെത്തിയോ നിശ്ചയിച്ച സ്ഥലത്തോ അവരെ മുടി ഒരുമിച്ച് പിടിച്ചിട്ട് വലഭാഗത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യുക, മുഴുവൻ മുടിയുടെ ഓരോ തല. പുരുഷന്മാർ മുടി കളയുക. നമ്മൾ ചെറുപ്പകാലം മുതൽക്ക് നമ്മൾ ചെയ്യാൻ വിചാരിച്ച ദോഷങ്ങൾ മുഴുവനും ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. അപ്പം നമ്മളെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും നമുക്ക് ഓർമ്മയുണ്ടോ? 15-ാമത്തെ വയസ്സ്, 16-ാമത്തെ വയസ്സ്, 20, 21, രാത്രി, പകല്, കണ്ണ്, കാത്, അങ്ങനെ ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലല്ലോ. ഉറപ്പന്നല്ലേ? ശരി, ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. നമ്മളെ തലയിലാകെ എത്ര മുടിയുണ്ട്?
നമ്മളെ തലയിലാകെ എത്ര മുടി ഉണ്ടാവും? എൻ്റെതല്ല, നിങ്ങളതാ ഞാൻ ചോദിച്ചത്. എത്ര കാലമായി അറിയണ്ടോ? അപ്പോൾ അറിയാത്ത തെറ്റുകളുണ്ട് അല്ലേ? ഈ അറിയാത്ത തെറ്റുകളെ മുഴുവനും പൊറുപ്പിക്കണോ? എണ്ണമറിയാത്ത മുടി തലയിലുണ്ട്. ആ മുടി കളയുമ്പോൾ എണ്ണമറ്റ മുടികളെ കൊണ്ട് എണ്ണമറ്റ ദോഷത്തെ പൊറുപ്പിക്കുക മുഹമ്മദ് മുസ്തഫ. ഓരോന്നിനും ഒരു ആത്മീയ വശമുണ്ട്, അത് ഉൾക്കൊള്ളണം നമ്മൾ. എണ്ണമറ്റ തെറ്റുകളെ എണ്ണമറ്റ മുടിയെ കൊണ്ട് പൊറുപ്പിക്കണം. അതാണ് മുത്തനബിയുടെ ദുആ. അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ, മുടി കളയുന്നവർക്ക് റഹ്മത്ത് കൊടുക്കണേ. അല്ലാഹുമ്മ റഹമിൽ മുഹല്ലിഖീൻ 3 പ്രാവശ്യം മുത്തനബി ദുആയിരുന്നു. എന്താണ് ആ ദുആയിലെ റഹ്മത്ത്? നമ്മുടെ ദോഷം പൊറുക്കലാണ്, നമ്മുടെ പാപ സുരക്ഷിതരാക്കലാണ്. അല്ലാഹു റബ്ബി, അത്രയും വലിയ കാരണമുണ്ടെങ്കിൽ മാത്രമേ മുടി കളയൽ ഒഴിവാക്കാൻ പാടുള്ളൂ. ഒരാൾക്ക് തലയിൽ മുഴുവനും മുറിവുകളാണ്, കത്തി വെക്കാൻ പറ്റില്ല. അയാൾ എന്ത് ചെയ്യും? അയാൾ മുടി മുറിക്കും. ഒരു ചെറിയ മസാല കാര്യമായത്, ഒരു ഹജ്ജ് യാത്രയിൽ ഉംറയുണ്ട് ഹജ്ജുണ്ട്. നമ്മൾ തീരുമാനിച്ചു ഒരു പ്രാവശ്യം മുടി കളയണം. എന്നാൽ ഏതിനാ കളയേണ്ടത്? ഹജ്ജിനാണ്. എല്ലാ പ്രാവശ്യവും മുടി കളയാം, ഹജ്ജിനും ഉംറക്കൊക്കെ ചെയ്യാം. ഒരു പ്രാവശ്യമേ കളയുന്നുള്ളൂവെങ്കിൽ അത് ഏതിന് കളയണം? അതാ ഏറ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ അവിടെ നോക്കുമ്പോൾ ആ ബാർബർ ഷാപ്പ് നിങ്ങൾ കണ്ട ഈ മൈതാനിയിൽ മുഴുവൻ ബാർബർ ഷാപ്പ് വെച്ചാൽ എത്ര ഉണ്ടാവും? ഒരു ചെയർ ഇല്ലേ? ഒരു 300 ബാർബർ ഷാപ്പ് ഉണ്ട് അവിടെ. എത്രയുണ്ട്? ഒരു 300. ഞാൻ അവിടെ നോക്കുമ്പോഴേ പൈസ വളരെ കുറവാണ്. അവിടെ മുടി കളയാനിരുന്നാൽ 10 ഉറുപ്പ്യേ ആകെ എത്രയുള്ളൂ? 10 ഉറുപ്പ്യ. പിന്നെ നമ്മൾ മടിച്ചു നിൽക്കണം. ഇവിടെ നമ്മൾ മുടി കളയാൻ എത്ര വേണം? ഇവിടെ 100 രൂപ വേണം, അവിടെ എത്ര വേണം? വെറും 10. വേഗം അവിടെ ഇരുന്ന 2 മിനിറ്റ് കൊണ്ട് കഴിയും. നമ്മൾ അവിടെ ഇരുന്ന് ഉടനെ തലയിൽ ഒരു സോപ്പ് വെള്ളം ഒഴിച്ചു, വലഭാഗത്ത് നിന്ന് കളഞ്ഞു, ഇടഭാഗത്ത് നിന്ന് കളഞ്ഞു, ഖലാസ്. ഈ സംസാരിക്കുന്ന സമയം അവരത്ര പ്രാക്ടീസ് ആയിട്ട് നിൽക്കാൻ ഒരാൾക്ക് ഉപയോഗിച്ച കത്തി രണ്ടാമത്തെ ഒരാൾക്ക് ഉപയോഗിക്കില്ല. ഒരാൾക്ക് ഒരു ബ്ലേഡ് വെച്ചു, അപ്പം തന്നെ ഒരു പ്രത്യേക കത്തിയാണ്, അത് വെച്ചു, അത് ഒഴിവാക്കി നിങ്ങൾക്ക് വേറെ, എനിക്ക് വേറെ, മറ്റോന് വേറെ, മറ്റോന് വേറെ, എല്ലാം. അല്ലാഹു റബ്ബി, അതിലൊക്കെ സൗദി ഗവൺമെൻറ് സൂപ്പറാണ്. നമ്മുടെ നാട്ടിലെ ഭക്ഷ്യപരിശോധന മറ്റു പരിശോധന എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കൽ പരിശോധിച്ച് പിന്നെ അതിനേക്കാളും മോശമുള്ള ഭക്ഷണം കഴിക്കേണ്ടി വരും. ഇതുപോലെയല്ല, ഒക്കെ കൃത്യമാണ്. അല്ലാഹു തആല നമുക്ക് ഖൈർ തരട്ടെ. ആ മുടി കളയുന്നതോടുകൂടെ സ്ത്രീ മുടി മുറിക്കുന്നതോടുകൂടെ നമുക്ക് പാടില്ലാത്ത കാര്യങ്ങളിൽ മിക്ക ഭാഗവും ഇനി അനുവദനീയമാണ്. 1, മുടി കളഞ്ഞാൽ നമുക്ക് തലയിൽ എണ്ണ തേക്കാം, ശരീരത്തിൽ എണ്ണ തേക്കാം. മുടി കളഞ്ഞാൽ നമുക്ക് കുളിക്കാം, മുടി കളഞ്ഞാൽ നമുക്ക് വസ്ത്രം മാറ്റാം, മുടി കളഞ്ഞാൽ നമുക്ക് അത്തർ ഉപയോഗിക്കാം. അതാണ് തഹല്ലുൽ അവ്വൽ, 1ാമത്തെ തഹല്ലുൽ. മുടി കളയുന്നതോടുകൂടി ഇതൊക്കെ അനുവദനീയമായി. ഭാര്യ ഭർത്താക്കൾ തമാശ പറയാൻ സമയമായിട്ടില്ല, അത് ഇൻഷാ അല്ലാഹ് പിന്നെ കുറച്ചുകൂടി ദിവസം കഴിയണം. ബാക്കിയുള്ളതൊക്കെ അനുവദനീയമാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മുടി കളഞ്ഞോ? കുളിച്ചോ? എന്ത് എടുക്കാണ്? പിന്നെ ഒരു ആലോചന? കുളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുളിച്ചോ എന്നല്ല ചോദിച്ചത്, നിങ്ങൾ കുളിച്ചോ? റെഡിയായില്ലേ? കുളി കഴിഞ്ഞില്ലേ? അല്ലാഹു റബ്ബി, നമ്മളെ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന ആജിമാരുണ്ട്, ഫിദി അറുക്കുന്ന ആജിമാരുണ്ട്. നമ്മളെ മുമ്പ് നേരത്തെ എറിഞ്ഞ ആൾക്കാരൊക്കെ അറവ് കഴിഞ്ഞിട്ട് അല്ലാഹു റബ്ബി ആ ഉദ്ഹിയ്യത്തിൻ്റെ ഫിദിയൻ്റെ കാടിനെ അറുത്തിട്ട് അതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഉച്ചക്കൊരു ഭക്ഷണം കിട്ടും അറഫയിൽ. അല്ലാഹു എത്തിക്കട്ടെ. എന്താ ഭക്ഷണമല്ലോ സാർ, നിങ്ങൾ പോയെന്ന് കിട്ടിയില്ല? ഒരു കിട്ടാത്ത മാതിരി നിങ്ങളെ കണ്ടാൽ. മിനയിൽ ആ പെരുന്നാളിൻ്റെ അന്നത്തെ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹു ഞാൻ നമ്മളെ ഏറ്റവും നല്ലൊരു റൂട്ട് പറയണം. ഇപ്പം നമ്മൾ എന്തായാലും മുസ്ദലിഫയിൽ നിന്ന് നടന്ന് കുറച്ചൊക്കെ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് ക്ഷീണിച്ച് നമ്മൾ എറിഞ്ഞു, ഏറ് പൂർത്തിയാക്കി, മുടി കളഞ്ഞു, നമ്മുടെ ടെൻറ്റിൽ വന്നു, നമ്മൾ കുളിച്ചു, ഒക്കെ റാഹത്തായി. ഇൻഷാ അല്ലാഹ് ഉച്ചക്കത്തെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങിയാൽ എന്താ? നന്നായിട്ടൊന്ന് ഉറങ്ങി ഇൻഷാ അല്ലാഹ് അന്ന് രാത്രി മിനയിൽ രാപ്പാർക്കണം.
മിനയിൽ രാപ്പാർക്കണം. രാത്രി മിനയിൽ രാപ്പാർത്തു. പിറ്റേ ദിവസം ദുൽഹിജ്ജ 11 നമ്മളവിടെ നിന്ന് അറിയണം. ആ രാവിലെ ഏറ്റവും നല്ലത് അന്ന് രാവിലെ. ഇനി നമുക്ക് ഹജ്ജിൻ്റെ 2 ഫറള് വളരെ പ്രധാനം. നമ്മൾ തവാഫ് ചെയ്തോ, സഅയ് ചെയ്തോ? ഇല്ല. നമ്മൾ ഈ തർത്തീബിൽ നമുക്ക് ഇങ്ങനെ വന്നപ്പോൾ നേരത്തെ മുടി കളയാൻ പറ്റിയതാണ്. ഇപ്പൊ നമുക്ക് ഏത് ബാക്കിയുണ്ട്? ഒന്ന് നമ്മൾ ഹജ്ജിന് ഇഹ്റാം ചെയ്തു. 2 അറഫയിൽ എത്തി. 3 കല്ലേറ് കഴിഞ്ഞ് നമ്മൾ എന്തെടുത്തു? മുടിയെടുത്തു. ഇനി നമുക്ക് ഏത് ബാക്കിയുണ്ട്? 1 തവാഫ് ബാക്കിയുണ്ട്, 2 സഅയ് ബാക്കി. ഇത് രണ്ടും എവിടെ പോയി ചെയ്യേണ്ടതാ? എവിടെ പോയി ചെയ്യണം? അപ്പൊ ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ 11 രാവിലെ അല്ലെങ്കിൽ 12 രാവിലെ സൗകര്യം പോലെ മക്കയിലേക്ക് ഷോർട്ട് വഴിയുണ്ട്. ആ ഷോർട്ട് വഴിക്ക് ഇങ്ങനെയാണ് പോയാൽ പന്തലിലെത്തി. പന്തലിൽ നിന്ന് ഇങ്ങനെയാണ് നടന്നാൽ 1ാമത്തെ ടണൽ, അത് കഴിഞ്ഞാൽ 2ാമത്തത്, അത് കഴിഞ്ഞാൽ 3ാമത്തത്. ഞാൻ ഈ പറയുന്നതിനേക്കാൾ സ്പീഡിൽ അവിടെ എത്തിയിട്ടുണ്ടാവും നമ്മൾ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പോയി ഇല്ലേ ഉസ്താദ്? എവിടെ എത്തിയില്ലേ? മക്കത്തുൽ മുക്കറമയിൽ ചെന്ന് ഇൻഷാ അല്ലാഹ് ഇപ്പൊ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളിപ്പോൾ എന്താണ് ഒരു നല്ല തവാഫ്. നമ്മൾ ഇഹ്റാമിൻ്റെ ഡ്രസ്സിലാണോ? ഒപ്പം അതൊക്കെ കഴിഞ്ഞു ഇല്ലേ? നല്ല നമ്മൾ ഉഷാർ കുപ്പായൊക്കെ നല്ല ഉഷാറാക്കിയിട്ട് ഇട്ടിട്ട് ഫറളായ തവാഫിനാണ് പോണത്. ഇനി ആർക്കെങ്കിലും ഒന്നും മുറിയുമെന്ന് പേടി തോന്നുന്നുണ്ടോ? ഒന്നും വേണ്ട. പെണ്ണിന് കൈവറച്ചൂടെ? പെണ്ണിന് കൈവറട്ടൂടെ? ഇടാം. പെണ്ണുങ്ങൾക്ക് ജിൽബാബ് താഴ്ത്തിയിട്ടൂടെ? താഴ്ത്തിയിടാം. നമുക്ക് കാലിന് ഷോക്സ് ധരിച്ചൂടെ? ഒക്കെ ചെയ്യാം. നമ്മൾ തഹല്ലുൽ അവ്വൽ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഒരു തവാഫിനാണ് പോകുക. അള്ളാഹു എത്തിക്കട്ടെ. കഅബ ഷരീഫിലെത്തി. കഅബ ഷരീഫിൽ എത്തി. തവാഫ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഒന്നിരിക്കൽ യെസ് ഓർ നോ പഠിച്ചിട്ടില്ലേ? ഇല്ലേ? നേരത്തെ ഒക്കെ ചെയ്തില്ലേ? ഇൻഷാ അല്ലാഹ് ഒന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരില്ലേ? ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ചെറുതുണ്ടെങ്കിൽ നമുക്ക് തീർക്കാം. അള്ളാഹു എത്തിക്കട്ടെ. കഅബ ഷരീഫിലേക്ക് എത്തി. കഴിയുന്നതും ഒന്ന് ശ്രദ്ധിക്കുക. കഴിയുന്നതും ബാബു സലാമിലൂടെ അങ്ങോട്ട് കടക്കാൻ പറ്റുമോ? അള്ളാഹു എത്തിക്കട്ടെ. ഞാനിപ്പോൾ ബാബു സലാം അന്വേഷിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കഅബ ഷരീഫിൻ്റെ മുറ്റത്താണ്. ഞാൻ നിൽക്കുന്നതിന് നേരെ ബാക്ക് ഭാഗം ഒരു വലിയ മല. ഏതാണ്? വലിയ മല. ആ മലയുടെ മുകൾ ഭാഗത്ത് ഒട്ടേറെ കെട്ടിടങ്ങളുണ്ട്. അത് കഅബ ഷരീഫിൻ്റെ ഡിഫൻസാണ്. കഅബ ഷരീഫിൻ്റെ ഡിഫൻസായിട്ടുള്ള മെഷീനറീസും മറ്റ് സംഗതികളും എല്ലാം. അത് ഒരിക്കൽ കഅബത്തിൻ്റെ ഉള്ളിൽ ഷിയ വിശ്വാസികളായ ആളുകൾ ചേർന്നിട്ട് വലിയ കലാപ്പുണ്ടാക്കി. അതിനുശേഷമാണ് ആ സംവിധാനമൊക്കെ ഒരുക്കിയത്. നമ്മളെ അറിവില്ലാത്ത ആളുകൾ അത് രാജാക്കന്മാർക്ക് വിലസാനാണെന്നൊക്കെ പറയും. അവിടെ പോയിട്ട് ആവശ്യമില്ലാത്തത് സംസാരിക്കരുത്. ഏതിനെയും നല്ലതുകൊണ്ട് വ്യാഖ്യാനിക്കാം. ഏതിനെയും എന്തു ചെയ്യുക? നല്ലതുകൊണ്ട് വ്യാഖ്യാനിക്കുക. കുറ്റം പറഞ്ഞ് വ്യാഖ്യാനിക്കരുത്, ആക്ഷേപിച്ച് വ്യാഖ്യാനിക്കരുത്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നതിന് നേരെ ബാക്കിൽ ജബൽ അബി ഖുബൈസ്. എന്താ മലയുടെ പേര്? ജബൽ അബി ഖുബൈസ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിന് വിളിച്ചത് ആ മലയിൽ നിന്നാണെന്നും അല്ല ഇബ്രാഹിം മക്കാമിൽ നിന്നാണെന്നും കാണാം. ഏതായാലും എൻ്റെ ബാക്കിൽ ഏതാണ്? ജബൽ അബി ഖുബൈസ് ഇല്ലേ? ഞാനിങ്ങനെ നിൽക്കുന്ന ഈ മുറ്റത്തിൻ്റെ ബാക്കിൽ വലിയ മല. അങ്ങനെ നോക്കാട്ടെ. ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു നീണ്ട കെട്ടിടം കാണുന്നുണ്ടോ? ആ നീണ്ട കെട്ടിടം പഴയ കാലത്ത് അബൂജഹലിൻ്റെ കൊട്ടാരാണ്. ഇപ്പോൾ അത് ബാത്റൂമാണ്. ഇപ്പോൾ അതെന്താണ്? ബാത്റൂമാണ്. എത്ര ബാത്റൂം? 3000 ബാത്റൂമാണ്. 1200 സ്ത്രീകൾക്കും ബാക്കി പുരുഷന്മാർക്കും അങ്ങനെ ബാത്റൂമാണ്. അത് മുഴുവൻ അബൂജഹലിൻ്റെ കൊട്ടാരം. അതിപ്പോൾ ബാത്റൂമാണ്. നമ്മളെ മലപ്പുറത്തുനിന്ന് ഒരു ആചാര്യ ആ ബാത്റൂമിൽ പോയിട്ടെങ്കിൽ വരുന്നത് കാണുന്നില്ല. അയാൾ നേരം വൈകി വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളവിടെ പോയി? അതെ, ആ അബൂജഹലിൻ്റെ തലീക്ക്. അയാൾ അബൂജഹലിൻ്റെ തലീക്ക് മൂത്രം ഒഴിക്കാന്ന് വിചാരിച്ചിട്ടുള്ളതൊക്കെ ഒഴിക്കുക തന്നെയാണ്. അങ്ങനെ നിങ്ങൾ അവിടെ പോയിട്ട് സമയം താമസിക്കണ്ട. അള്ളാഹു തആല ഖൈറ് തരട്ടെ. ആ അബൂജഹലിൻ്റെ ബിൽഡിംഗ് ഉണ്ടായിരുന്ന ആ കൊട്ട ഞാനൊരു ചരിത്രം പഠിപ്പിക്കാൻ അത് ഓർമ്മപ്പെടുത്തുന്നത്. ഇങ്ങനെ നോക്കി ആ കെട്ടിടം കണ്ടോ? അത് കണ്ടിട്ട് അതിൻ്റെ ലാസ്റ്റ് കുറച്ചുകൂടി ഒന്ന് അങ്ങോട്ട് നോക്കാട്ടെ. ഒന്ന് കാല് പൊക്കിയിട്ട് നോക്കി. അവിടെ ആകെ ഇപ്പം കാണുന്നത് ഒരു വീട് മാത്രമാണ്. ചെറിയൊരു കെട്ടിടം. നബി മുഹമ്മദ് മുസ്തഫ മുത്ത് നബി തങ്ങളെ പ്രസവിക്കപ്പെട്ട വീടാണ്. കഅബത്തിൻ്റെ വികസനം വന്നപ്പോൾ ലോക 300 പണ്ഡിതന്മാർ ചേർന്നുകൊണ്ട് മുത്തുനബിയെ പ്രസവിക്കപ്പെട്ട വീട് എന്നേക്കും നിലനിർത്തണമെന്ന് സൗദി ഗവൺമെൻറ് ശുപാർശ ചെയ്തു. അതുകൊണ്ട് അവിടെ നിൽക്കുകയാണ് റസൂലുള്ളാഹിനെ പ്രസവിക്കപ്പെട്ട വീട്. ആ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നോക്കിയാൽ, മേലോട്ട് നോക്കിയാൽ റോഡാണ്. റോഡിൻ്റെ ടണലിങ്ങനെ കാണും. അതിൻ്റെ താഴെ
അവിടെ താഴെ. അതാണ് അർക്കം ഇബ്നു അർക്കം, ദാറുൽ അർക്കം എന്ന് പറഞ്ഞത് അവിടെ ഇരുന്നുണ്ടായിരുന്നു. അപ്പോൾ ദാറുൽ അർക്കം, റസൂലുള്ളാഹിന്റെ വീട്, അബൂജഹലിന്റെ കൊട്ടാരം, ജബൽ അബീ ഖുബൈസ്, ഇങ്ങനെ വന്നോളി. ഞാൻ നിൽക്കുന്ന മുറ്റം, ഈ മുറ്റത്ത് നിന്ന് എൻ്റെ വലഭാഗത്ത് മറുവ, ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ വലഭാഗത്ത് മറുവ, ഇടഭാഗത്ത് സൊഫ. അത് രണ്ടിൻ്റെയും നടുക്ക് ഇങ്ങനെ നോക്കിയോ താഴെയും മുകളിലും ബാബുസലാം. എന്താ കാണുന്നത്? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നാ പോകല്ലേ. അല്ലാഹുമ്മ അൻതസ്സലാം. ഒരു കാര്യം, ഇനി ലബ്ബൈക്ക് ഉണ്ടോ? ലബ്ബൈക്ക് കഴിഞ്ഞു. ലബ്ബൈക്ക് ആ കുളിയോടുകൂടെ ഏറോടുകൂടെ ലബ്ബൈക്ക് കഴിഞ്ഞു അല്ലേ? ഇനി നമ്മൾ എന്താ? വഅദ്ഖിൽനാ ബിറഹ്മതിക, അല്ലാഹുവേ ഭൂമിയിലെ ദാറുസ്സലാമിലേക്ക് എന്നെ നീ എത്തിക്കണേ. അതാണ് ഇപ്പം നടക്കുന്നത്. സ്വർഗത്തിന്റെ പേരാണ് ദാറുസ്സലാം. സ്വർഗത്തിന്റെ പേരാണ് ഏത്? ദാറുസ്സലാം. അപ്പോൾ ഭൂമിയിലെ സ്വർഗത്തിലെത്തുന്നത് നമുക്ക് എന്തിനാ? ആഖിറത്തിലെ സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു വിധി കൂട്ടട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് നമ്മളെ പഠിപ്പിക്കുന്നതനുസരിച്ച് ബാബുസലാമിലേക്കാണ് കടക്കുന്നതോടുകൂടെ മസ്ജിദുൽ ഹറാം. എന്താണ് മസ്ജിദുൽ ഹറാം? കഅബത്തിന്റെ ചുറ്റുഭാഗത്തുള്ള പള്ളി. ആ പള്ളിയുടെ അകത്തേക്ക് അങ്ങോട്ട് കടക്കുമ്പോൾ കഅബ ഷരീഫ് കറുത്ത കില്ല വിരിച്ചിട്ട്, അല്ലാഹു റബ്ബി, ലോകാത്ഭുതം. ആദം നബി അലൈഹിസ്സലാം തവാഫിന് വന്നപ്പോൾ മലക്കുകൾ പറഞ്ഞു, ആദം നബിൻ്റെ ആദ്യത്തെ വരവാ കഅബത്തിങ്ങ. അന്ന് കഅബത്തിൻ്റെ തറ മാത്രമേ ഉള്ളൂ. അപ്പം മലക്കുകൾ പറഞ്ഞു, ആദം നബിയെ 2000 വർഷമായി ഞങ്ങൾ ഇവിടെ തവാഫ് ചെയ്യുന്നുണ്ട്. എത്ര? ഏത് 2000? ആദം നബിനെ പടക്കുന്നതിൻ്റെ മുമ്പ് 2000. യാ റബ്ബ് യാ റബ്ബ്. അത്തശ്വീഖു ഇലാ ബൈത്തുൽ അതീഖ് ഹജ്ജിൻ്റെ ഫളായിലുകൾ പറയുന്ന കിതാബാണ്. അപ്പോൾ ഒക്കെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയത് കാണും. അത്ര കാലപ്പഴക്കത്തിൽ മലക്കുകൾ തവാഫ് ചെയ്ത് തുടങ്ങിയ ആ വീടിൻ്റെ അടുത്ത് നമ്മളെത്തി. ഇനി അവിടെ കഅബ ഷരീഫ് കാണുമ്പോൾ ചൊല്ലേണ്ടത് എന്ന് ഈ ദിക്റിൻ്റെ കിതാബിലുണ്ടാകും. കഅബ ഷരീഫ് കാണുമ്പോൾ ചൊല്ലേണ്ടത് എന്ന് ഈ കിതാബിൽ, എല്ലാ കിതാബിലും ഉണ്ടാകും. ഈ കിതാബിൽ അത് എത്രാമത്തെ പേജാ? ഒന്ന് നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഈ കിതാബിൽ അത് 37ാമത്തെ പേജാണ്. എത്രാമത്തെ പേജാണ്? 37ാമത്തെ പേജാണ്. ആ പേജിൽ കാണാം, അല്ലാഹുമ്മ സിദ് ഹാദൽ ബൈത തശ്രീഫൻ വ തക്രീമൻ വ തഅലീമൻ വ വഹാബത്തൻ വ ബിർറ മിമ്മൻ ഹജ്ജഹു വ ഇഅ്തമറഹു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളത് ഓർമ്മിച്ചു വെച്ചാൽ മതി. പിന്നെ നോക്കി പഠിച്ചോളി. അപ്പോൾ അത് ഒരു വല്ലാത്ത ദിക്റാണ്. എന്താണ്? എപ്പോഴായാലും ഇപ്പം നമ്മൾ വരുന്നത് എന്തിനാണ്? ഹജ്ജിൻ്റെ ഫറളായ തവാഫിനാണ്. എന്തിനാ വരുന്നത്? ആ ഫറളായ തവാഫിനാണ് വരുമ്പോൾ കഅബ ഷരീഫ് കാണുന്നതോടുകൂടെ കഅബ ഷരീഫ് നമ്മെ സ്വീകരിക്കണം. കഅബ ഷരീഫ് നമുക്ക് സാക്ഷി പറയണം. അതിനു വേണ്ടിയുള്ള ഒരു ദുആ നടത്തി. ഇനി നേരെ പോവുക. ആദ്യം നോക്കേണ്ടത് ഹജറുൽ അസ്വദാണ്. ഏതാ നോക്കേണ്ടത്? ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് നിന്ന് ഏത് തുടങ്ങണം? തവാഫ് തുടങ്ങണം. നേരത്തെ നിങ്ങളൊക്കെ തവാഫ് ചെയ്തിട്ടില്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഹജറുൽ അസ്വദ്, ഇതാണ് ഹജറുൽ അസ്വദ് എങ്കിൽ ഒരു 2 അടി പുറകിൽ നിന്നിട്ട്, 2 അടി പുറകിൽ നിന്ന് കഅബത്തിലേക്ക് നെഞ്ച് ചേർത്ത് വെക്കണം ഇങ്ങനെ. എന്നിട്ടോ നമ്മുടെ കണ്ണും കാതും കരളും ഒക്കെ കഅബത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒന്നിവിടെ നോക്കിക്കോളി. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ചേർന്നോളി. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. കഅബത്തെ ചുംബിക്കുന്നതിന് പകരം കഅബ ഷരീഫിലേക്ക് കൈ ഉയർത്തി കൈ ചുംബിക്കുക. ചെയ്തോ? ഇനി നിങ്ങൾ ഒരു ദിക്ർ പഠിച്ചു വെക്കണം. എല്ലാ ചുറ്റലിലും ആദ്യം ചൊല്ലേണ്ടത്, എല്ലാ തവാഫിലും ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ചൊല്ലിയ ദുആ, സിദ്ദീഖ് തങ്ങളുടെ ദുആ, എല്ലാവരും ചെയ്ത ദുആ, അത് നിങ്ങൾ ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് വേഗത്തിൽ കാണാൻ പറ്റും. തവാഫ് തുടങ്ങുമ്പോൾ എല്ലാറ്റിൻ്റെയും തുടക്കത്തിൽ ചൊല്ലേണ്ടത് എന്ന് അവിടെ കാണും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഈ കിതാബിൻ്റെ 41ാമത്തെ പേജിൽ അതുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇനി എന്താ? തവാഫ് തുടങ്ങുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. എല്ലാറ്റിൻ്റെയും തുടക്കത്തിൽ അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖൻ ബി കിതാബിക വ വഫാഅൻ ബി അഹദിക വ ഇത്തിബാഅൻ ലി സുന്നത്തി നബിയിക മുഹമ്മദിൻ.
എന്താണ് ആ ദിക്റിൻ്റെ ഒരു പോരിഷാന്നറിയോ? നമുക്കതിൻ്റെ അർത്ഥം അറിയണമെന്നില്ല. നബിതങ്ങൾ ഇത് ദ്വാർന്നപ്പം എന്താണോ ഉദ്ദേശിച്ചത് അത് നമുക്ക് അള്ളാഹു തരട്ടെ. സിദ്ദീഖ് തങ്ങളത് ദ്വാർന്നപ്പോൾ എന്താ ഉദ്ദേശിച്ചത് അത് അള്ളാഹു തരട്ടെ. മൊയ്തീൻ ഷെയ്ഖ് അത് ചൊല്ലിയപ്പോൾ എന്താ ഉദ്ദേശിച്ചത് അത് നമുക്ക് തരട്ടെ. നമുക്കതിൻ്റെ ഓരോന്നിൻ്റെയും അർത്ഥം അറിവില്ലാത്തവർ ബേജാറാവേണ്ട കാര്യമുണ്ടോ? ഇല്ല. അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വവഫാഅൻ ബിഅഹദിക വത്തിബാഅൻ ലിസുന്നത്തി നബിയിക മുഹമ്മദിൻ. അത് നിങ്ങളൊക്കെ പഠിച്ചു വെക്കണം, നിർബന്ധമായിട്ടൊന്ന് വായിച്ച് പഠിക്കണം. അതിൻ്റെ തൊട്ടടുത്ത് പിന്നെ തുടങ്ങി അല്ലാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതുക വൽ ഹറമ ഹറമുക വൽ അംന അംനുക വൽ അബ്ദ അബ്ദുക വഅന അബ്ദുക വബ്നു അബ്ദിക വഹാദാ മഖാമുൽ ആഇദി ബിക മിനൻ നാർ അല്ലാഹുമ്മ ഫഹരിം ലുഹൂമനാ വബശറതനാ അലൻ നാർ. അല്ലാഹ് നീ കബൂലാക്കണേ, അല്ലാഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ അങ്ങനെ നമ്മൾ ദ്വാർന്ന് തവാഫ് ഇങ്ങനെ ഒന്നാമത്തെ ചുറ്റ് ഇല്ലേ. അപ്പം നമ്മൾ ഹജറുൽ അസ്വദ് തുടങ്ങിയിട്ട് ഇങ്ങനെ ദിക്ർ ചൊല്ലിയിട്ട് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് റുക്നുൽ യമാനി, എന്താ അതിന് പറയാം? റുക്നുൽ യമാനി. റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദിൻ്റെയും ഇടക്ക് 70,000 മലക്കുകൾ കാത്തു നിൽക്കുന്ന സ്ഥലമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ ഒന്നാമത്തതിൽ ചൊല്ലേണ്ടത്, രണ്ടാമത്തേൽ ചൊല്ലേണ്ടത്, മൂന്നാമത്തേൽ ചൊല്ലേണ്ടത്, ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോഴെല്ലാം ഒരു കാര്യമുണ്ട്. റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദ് വരെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ. ഏഴാമത്തെ പ്രാവശ്യം നമ്മളെ ഫറലായ തവാഫിൻ്റെ ഏഴാമത്തെ പൂർത്തിയാക്കുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് എത്തുമ്പോൾ മലക്കുകൾ വിളിച്ചു പറയും, മോളെ ഭാഗ്യവതി, നിന്റെ പേര് അള്ളാഹു സ്വർഗത്തിലേക്ക് തന്നിരിക്കുന്നു. മോനെ ഭാഗ്യവാൻ, അള്ളാഹു നിന്നെ സ്വർഗത്തിലേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നു. ആ ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അള്ളാഹ്, ഞങ്ങൾക്ക് തരണേ അള്ളാഹ്. നിങ്ങളെ ഉമ്മാക്ക് നൽകണേ അള്ളാഹ്, നിങ്ങളെ വാപ്പാക്ക് നൽകണേ അള്ളാഹ്. ഏഴെണ്ണം പൂർത്തിയായോ ഇല്ലേ? എണ്ണം പൂർത്തിയായില്ലേ? ഉറപ്പായാൽ കഅബ ഷരീഫിൻ്റെ അടുത്ത് ഇബ്രാഹിം മക്കാം. കഅബ ഷരീഫിൻ്റെ നിർമ്മാണത്തിൽ ഇബ്രാഹിം നബിയെ സഹായിക്കാൻ അള്ളാഹ് കൊടുത്ത കല്ലാണ് ഇബ്രാഹിം മക്കാം. അവിടെ അത് പ്രത്യേകം ഒരു സ്ഫടികത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ കാൽപാദങ്ങൾ അതിൽ പതിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് മാറി നിന്ന് അടുത്ത് അങ്ങനെ തിരക്കിനനുസരിച്ച് നിന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കണം. ഏതാ നിസ്കാരം? തവാഫിൻ്റെ 2 റക്അത്ത്. ഏതാണ്? തവാഫിൻ്റെ 2 റക്അത്ത്. അള്ളാഹു ആവതാക്കട്ടെ. അപ്പം നമുക്കൊരു വല്ലാത്ത രുചിയുള്ള നിസ്കാരമാണ്. എന്തുകൊണ്ട്? കഅബ ഷരീഫിനെ നേരെ നോക്കിക്കൊണ്ട് ഇബ്രാഹിം മക്കാമിനെ കണ്ട് കഅബത്തിൻ്റെ വാതിലിലേക്ക് മുന്നിട്ട് ഹജറുൽ അസ്വദ് ഇങ്ങനെ കണ്ണിൽ കണ്ടിട്ട് അല്ലാഹു അക്ബർ, ഓഹോ, ഫാത്തിഹ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഫാത്തിഹ ഖുൽ ഹുവല്ലാഹു അഹദ്. രണ്ടാമത്തെ റക്അത്തിന്റെ റുക്ഊഇൽ തന്നെ വല്ലാത്ത കണ്ണുനീര് വീഴും. ആ രണ്ടാമത്തെ റക്അത്തിന്റെ സുജൂദ് കണ്ണുനീര് കൊണ്ട് മുഖം തുടച്ചിട്ടല്ലാതെ ഒരു മുഅ്മിന് പൂർത്തിയാക്കാൻ കഴിയൂല. അങ്ങനത്തെ ഒരു രംഗമാണത്. ഒരു ചെറിയ ഈമാനിൻ്റെ വെളിച്ചം നമ്മളെ കൽബിലുണ്ട്. അപ്പം അതിൻ്റെ 2 കണ്ണുനീര് എന്താണ്? അള്ളാഹ് സ്വീകരിച്ചാൽ സ്വർഗം കിട്ടുന്ന കണ്ണുനീര്. അല്ലാഹ് പടച്ചവൻ സ്വീകരിച്ചില്ലെങ്കിൽ നരകത്തിൻ്റെ ഭയത്തിൻ്റെ കണ്ണുനീര്. 2 കണ്ണിൽ നിന്നും 2 കണ്ണുനീരാണ്. നിസ്കരിച്ചു. ഇനി അവിടെ നിന്ന് ദ്വാരക്ക, നമ്മൾ സ്വന്തം ഒന്ന് ദ്വാരക്ക. പടച്ചോനെ, ഇത്രയൊക്കെ നീ എനിക്ക് ഭാഗ്യം നൽകി, ഇനി എൻ്റെ നരകത്തിൻ്റെ വിറകാക്കല്ലേ. വേർന്നില്ലേ? വേർന്നോ? ആ തിരക്കില്ലെങ്കിൽ മുൽത്തസമിൽ വന്നിട്ട് ദ്വാരക്ക. കഅബത്തിൻ്റെ വാതിലിൻ്റെ അടുത്തേ ദ്വാരന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങളിങ്ങനെ നോക്ക്, ആ 2 സൈഡിലും നിറച്ച് പാത്രങ്ങൾ കാണുന്നുണ്ടോ? അതിലൊക്കെ സംസം വെള്ളമാണ്. അതിലൊക്കെ ഏതാണ്? ആ പാത്രത്തിൻ്റെ അടുത്ത് പോവുക, വലത്തെ കൈകൊണ്ട് വെള്ളം എടുക്കുക, എന്നിട്ട് അവിടെ ഇരിക്കുക, കഅബ ഷരീഫിനെ നോക്കുക, ബിസ്മില്ലാഹി സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് സംസം അങ്ങ് കുടിക്കുക. കുടിച്ചിട്ട് നല്ലപോലെ കുടിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാനിപ്പോൾ നാളെ കണ്ണൂർ പോകുമ്പോൾ അവിടെ മാഹിയുണ്ട്. മാഹിയിൽ എന്താ പ്രശ്നം എന്നറിയാം?
നമ്മുടെ നാട്ടിലത്തേക്കാളും 15 രൂപ അവിടെ എണ്ണയ്ക്ക് പൈസ കുറവാണ്. ഇത്ര കുറവാണ്. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ എണ്ണ അടിക്കുന്ന വണ്ടിക്കാരൊക്കെ വണ്ടി ഇങ്ങനെ ഇളക്കുന്നു. എണ്ണ അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അപ്പം എന്താ കൊള്ളാത്തത് പിന്നെയും കൊള്ളിക്കുക. എത്രയേ കൊള്ളുള്ളൂ? 55 കൊള്ളുള്ളൂ. പിന്നെ 5 ഒരു കുലുക്കിയിട്ട് കൊള്ളിച്ചു എന്ന പോലെ സംസം ഒന്ന് കുടിച്ചിട്ട് അങ്ങ് നടക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സംസം അധികം കുടിക്കുന്നത് ഈമാൻ വർദ്ധിച്ചതിൻ്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു മുറുക്ക് കുടിക്കുമ്പോഴേക്കന്നെ മതിയായി എന്ന് തോന്നുന്നത് ഈമാനിൻ്റെ കുറവാണെന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ പഠിക്കണം വിഷയങ്ങൾ. അള്ളാഹു എത്തിക്കട്ടെ. കുടിച്ചില്ലേ? നിങ്ങളെന്താ ഒരു ക്ഷീണിച്ച മാതിരി? ഇത്രയും സംസം കുടിച്ചിട്ട് പിന്നെ ക്ഷീണം ഒക്കെ റെഡിയായില്ലേ? റെഡിയായോ? ഒന്ന് എഴുന്നേൽക്കുന്നാൽ നമ്മൾ വ്യായാമം ഒരു പുതിയത് ചെയ്യല്ലേ? എന്താ നിങ്ങളൊരു ഉഷാറില്ലേ? നമ്മളെ മലപ്പുറത്തൊക്കെ ആണെങ്കിൽ എത്ര ആന്ന് പറയും. നിങ്ങളിങ്ങനെ ആലോചിച്ചിങ്ങനെ നിന്നിട്ട് ഒന്ന് നോക്കല്ലേ, എല്ലാ വേദനയും ഇതിൽ മാറും. നോക്കല്ലേ, യാ ഹയ്യു യാ കയ്യൂം, യാ ഹയ്യു യാ കയ്യൂം. നിങ്ങളെ കണ്ട എന്നേക്കാളും വയസ്സായി എന്നാവുന്നു. ഒന്നും കൂടി ചെയ്ത് നോക്കാട്. പിന്നെ നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ്. ഞാൻ നിങ്ങളെ അങ്ങനെ കളിപ്പിച്ചു എന്ന് തോന്നരുത്. അള്ളാഹു തആല ഖൈറ് തരട്ടെ. ഒന്ന് ഫ്രഷായിട്ട് മനസ്സിന് ആരോഗ്യം വേണം. അപ്പോഴേ ഒരു കാര്യം കേൾക്കാൻ പറ്റുള്ളൂ. അള്ളാഹു എത്തിക്കട്ടെ. ശരി, നേരെ സഫയിലേക്ക്. എങ്ങോട്ടാ പോണത്? ഇപ്പം നമ്മൾ ഹജ്ജിൻ്റെ ഫറലായ തവാഫ് കഴിഞ്ഞു. ഫറലായ തവാഫ് കഴിഞ്ഞു. ഇനി നേരെ പോകുന്നത് എങ്ങോട്ടാ? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫ മലയിലേക്ക് പോകാം. നല്ല കല്ലിൻ്റെ മല, പകുതി ഭാഗം ഗ്ലാസ് ഇട്ട് മൂടിയിട്ടുണ്ട്. അത് മൊബൈൽ ഫോൺ വന്നതിൻ്റെ ശേഷമാണ് അത് മൂടിയത്. നമ്മളെ ചെറുപ്പക്കാർ കുട്ടികൾ അവിടെ പോയിട്ട് സെൽഫി എടുക്കാം. എന്തൊരു അക്രമമാണ്! എല്ലാ സ്ഥലത്തും സെൽഫി. നാളെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്നപ്പോൾ 2 ചെറുപ്പക്കാർ ട്രെയിനിൻ്റെ മുകളിൽ ഓടിക്കയറി. 2 മിനിറ്റേ വണ്ടി നിൽക്കുന്നുള്ളൂ, 4 മിനിറ്റ്. അപ്പോൾ ഒരു സെൽഫി എടുക്കാൻ വേണ്ടി സെൽഫി എടുത്തിട്ട് താഴെ പോരാൻ പറ്റിയില്ല. അപ്പോഴേക്കും അവിടെ കഴിഞ്ഞു. ഇത് ഇലക്ട്രിക്കല്ലേ മുഴുവനും. എവിടെയും കയറി എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് സഫയിലെത്തി നല്ല പോലെ ദുആ ചെയ്തു. ഇനി നമുക്ക് പടച്ചവനെ ഹജ്ജിൻ്റെ ഫറലായ സഅയ് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ നടത്താൻ തുടങ്ങി. നടന്ന് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ പച്ച ലൈറ്റ് കണ്ടില്ലേ? അല്ലേ? ആ സ്ഥലത്തിൻ്റെ ചരിത്രം അറിയാലോ. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം, ബഹുമാനപ്പെട്ട ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് കൊടുത്തോളി. ഇതെന്തിനാ ഇവിടുന്ന് തന്നെ കൊടുത്തു? ഇപ്പോൾ ഇവർ പറയുന്നത് ഇവിടെ എടുത്ത ക്ലാസ് മുഴുവനും റെക്കോർഡാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് കേൾക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫോം തരും. അത് നിങ്ങളെ പേര് ഫില്ല് ചെയ്ത് അതിലേതും വെക്കാം, മൊബൈൽ ഫോണും ചേർക്കാം. അപ്പം നിങ്ങൾക്ക് എന്ത് തരും? നിങ്ങൾ ആവശ്യപ്പെടുന്ന ഭാഗം നിങ്ങൾക്ക് കേൾക്കാൻ വിട്ടുതരും. ആവശ്യമാണോ? അല്ലേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിൻ്റെ കൂടെ ഇവർ വേറെന്തോ ഒരു മധുരം തരുന്നുണ്ട്. കിട്ടുന്നതൊക്കെ വാങ്ങിക്കോളി. അള്ളാഹു ഖൈറ് തരട്ടെ. നമുക്ക് പിന്നെ ഒരാൾ പൊരുത്തപ്പെട്ട് തരുന്നത് വാങ്ങാതിരിക്കണം. പക്ഷെ ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. വേണ്ട പറയട്ടെ എന്ന് വെച്ചാൽ നിങ്ങൾ അമ്മയ്ക്കാതെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? പറയട്ടെ. നമുക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടി? വെള്ളം കിട്ടി, ഇല്ലേ? പിന്നെ സമൂസ, അങ്ങനെ കടി കിട്ടി, പിന്നെ ഒരു വെള്ളം കിട്ടി. ഇപ്പം എന്താണ് കൊടുക്കുന്നത്? ഐസ്ക്രീമാണ്. അത് കിട്ടി, ഇല്ലേ? നമുക്ക് പൂരിപ്പിക്കാൻ ഒരു കടലാസ് കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടി? ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് ഉച്ചക്കത്തെ ഭക്ഷണം കിട്ടി, ഇരിക്കാൻ കസേര കിട്ടി, കറങ്ങുന്ന ഫാന് കിട്ടി. ഇതൊക്കെ സൗകര്യം ചെയ്തു തന്നു, അല്ലേ? ഇത്രയും സൗകര്യം ചെയ്ത സ്ഥിതിക്ക് ഈ സ്ഥാപനക്കാരെ നമ്മളൊന്ന് സന്തോഷിപ്പിക്കണം. വേണോ? വേണോ? ഇവരൊന്ന് സന്തോഷിപ്പിക്കാം നമ്മൾ. അപ്പം നമ്മളെല്ലാവരും ഈ ഹാജിമാരൊക്കെ ഒരു 500 റുപ്യ, സാധിക്കുന്നവർ 1000 റുപ്യ, ഒരു 500, 1000 ഒക്കെ നമ്മളെല്ലാവരും ഈ സ്ഥാപനത്തിനൊന്ന് സഹായിച്ചാൽ അവർ വലിയ ഖൈറാണ്, ഒരു സന്തോഷമാണ്. നിർബന്ധമാണോ? നിർബന്ധമല്ല. നമ്മൾ ഇത്രയും ആളുകളിവിടെ വന്നു പോകുമ്പോൾ ഈ കുട്ടികൾക്കൊരു സന്തോഷത്തിന് അവരുടെ അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം, ത്വാഹാ മുസ്ലിയാരും പാർട്ടിയൊക്കെ നിങ്ങളെ നല്ലപോലെ മനസ്സിലാക്കി. എന്താ ഇപ്പം നിങ്ങൾ കഴിക്കുന്നത്? എന്താ? ഐസ്ക്രീം. ആരാ കഴിക്കല്?
ഐസ്ക്രീമൊക്കെ ആര് കഴിക്കണതാ? കുട്ടികൾ കഴിക്കണതാ. ഹജ്ജ് കഴിഞ്ഞാൽ കൊച്ചു കുട്ടിയെ പോലെ ആകുമെന്ന് പറഞ്ഞു. അതാണ് നിങ്ങൾക്കൊക്കെ ഐസ്ക്രീം തന്നത്. അള്ളാഹു തആല ഖൈർ തരട്ടെ. അൽഹംദുലില്ലാഹ്. അള്ളാഹു തആല റാഹത്ത് തരട്ടെ. ശരി, നമ്മൾ മനസ്സിലാക്കുക. ഇനി സഫാ മർവയിൽ സഅയ്. ആ സഅയിന് ബഹുമാനപ്പെട്ട ഹാജർ ബീബി റളിയല്ലാഹു അൻഹ കുഞ്ഞിനെ എടുത്തിട്ട് മടിയിൽ വെച്ചിട്ട് ഇരിക്കുമ്പോൾ അല്ലാഹ് പടച്ചവനെ, തൊണ്ട വറ്റിപ്പോയി, വെള്ളമില്ല, ഭക്ഷണമില്ല, വിഷമിച്ചു. ഞാൻ ആദ്യം മരിക്കുമോ, എൻ്റെ കുട്ടി ആദ്യം മരിക്കുമോ? അതാണ് ഹാജറ ബീവിയുടെ ബേജാറ്. ആ സമയത്ത് ഹാജർ ബീവി ഓടി മല കയറി, വെള്ളമില്ല. അടുത്ത മലയിലേക്ക് പോയി, വെള്ളമില്ല. ഇങ്ങോട്ടും അങ്ങോട്ടും. ഹാജറ ബീവി ഇടക്കിടക്ക് നോക്കുമ്പോൾ മോനെ ഇങ്ങനെ ദൂരെ കാണുന്നുണ്ട്. പതിഞ്ഞ സ്ഥലത്ത് കാണാതായപ്പോൾ നടത്തം വേഗത കൂടി. ആ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് സഅയ്. അത് നമ്മൾ അങ്ങോട്ട് സഫയിൽ നിന്ന് തുടങ്ങി ദിക്ർ ചൊല്ലിക്കൊണ്ട് അങ്ങോട്ട് മറുവയിലേക്ക്, അവിടെ നിന്ന് ദിക്ർ ചൊല്ലിക്കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ 1, ഇങ്ങോട്ട് വരുമ്പോൾ 2, അങ്ങോട്ട് 3, ഇങ്ങോട്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ പോയിട്ട്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒന്ന് ഹജ്ജിന്റെ ഒരു ഫറള് ഇഹ്റാം ചെയ്യുക. 2 അറഫയിൽ ഒരുമിച്ച് കൂടുക. 3 കഅബ ശരീഫ് തവാഫ് ചെയ്യുക. 4 സഅയ് ചെയ്യുക. 5 മുടി കളയുക. ഇത് മുഴുവൻ ചെയ്തോ ചെയ്തില്ലേ? ഹജ്ജിന്റെ ഫറള് പൂർത്തിയായോ? ഇല്ലേ? പൂർത്തിയായി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഇത്രയും കഴിഞ്ഞാൽ ഇനി നമുക്ക് അതിൻ്റെ ഒരു പൂർത്തീകരണം. അതാണ് വീണ്ടും മിന. അതാണെന്ത്? വീണ്ടും മിന. ദിൽഹജ്ജ 11 നമ്മൾ ഇവിടുന്ന് തവാഫും സഅയും കഴിഞ്ഞ് രാത്രിയാകുമ്പോഴേക്ക് എങ്ങോട്ട് പോകണം? മിനയിൽ പോയിട്ട് രാത്രി അവിടെ അച്ചടക്കത്തിൽ താമസിക്കുക. പടച്ചോനെ, ഹജ്ജ് കഴിഞ്ഞ ആളാണ് ഞാൻ, ഇനി എന്നെ നീ നരകത്തിൻ്റെ വറകാക്കി ഇബ്ലീസിൻ്റെ കണിയിൽ പെടുത്തല്ലേ. അത് പറഞ്ഞുകൊണ്ട് ദ്വാരന്ന് അവിടെ ഇരിക്കുക. പിറ്റേ ദിവസം ദുഹറായി. ദുഹറിന് ശേഷം ദുഹർ സ്കെച്ച് ഉടനെ, അസർ സ്കെച്ച് ഉടനെ, മഗ്രിബ് സ്കെച്ച് ഉടനെ, എപ്പോഴാണോ മുത്തവ്വിമാരുടെ ഓർഡർ അത് പ്രകാരം എറിയാൻ വേണ്ടി പോവുക. 7 എത്ര കല്ല് വേണം? ആദ്യത്തെ സ്ഥലത്ത് പോയി നിന്നാൽ വട്ട കിണർ കാണും. ആ കിണറിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. ഇന്നലെ എറിഞ്ഞില്ലേ? ഇതേപോലെ എറിയ. ആദ്യത്തെ സ്ഥലത്ത് 7 സ്ഥലത്ത് എറിഞ്ഞ് കുറച്ചിങ്ങോട്ട് മാറി നിന്ന് ദ്വാരക്കുക. രണ്ടാമത്തെ സ്ഥലത്തേക്ക് പോകുക. 7 കല്ലെടുത്ത് എറിഞ്ഞ് കുറച്ചങ്ങോട്ട് നിന്ന് ദ്വാരക്കുക. മൂന്നാമത്തെ സ്ഥലത്തെത്തി എറിഞ്ഞ് വേഗം അവിടെ നിന്ന് പോരുക. ഓക്കെ. മൂന്നാമത്തെ ദിവസം 3 ദിവസങ്ങളിലും ഈ ഏറ് നിർവഹിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ വരുന്നു. എനിക്ക് ആ ഡോക്ടർ മരിച്ചിടത്ത് ഒന്ന് പോകാണ്ട്. അയാളുടെ വീട് കുമളിയാണ്. ഇപ്പോൾ ഇവിടെ മൂന്നാർ ഹോസ്പിറ്റലിലേക്ക് ഒരു അരമണിക്കൂറിനോട് എത്തൂലേ? അല്ലാഹു തൗഫീഖ്. മാന്നാറാണ്. മാന്നാർ എത്താനോ അല്ലേ? ഓ വേണ്ട. അപ്പം ഇൻഷാ അല്ലാഹ് അവ മയ്യത്ത് കുളിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് പോകാം. അവരോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് 3 സ്ഥലത്ത് ഏറും കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നാട്ടിലേക്ക് പോരുന്നവർ നാട്ടിലേക്ക്, മദീനത്തേക്ക് പോകേണ്ടവർ മദീനത്തേക്ക്. ആ സമയത്ത് ഒരു തവാഫുണ്ട്. ആ സമയത്ത് എന്തുണ്ട്? ഒരു തവാഫുണ്ട്. അതിനെന്ത് തവാഫ് എന്നാ പറയാ? അതെല്ലാ നാട്ടുകാരും പഠിച്ചു വെച്ചിരിക്കുന്നത്. കാരണം അത് ഇങ്ങോട്ട് പോരാനുള്ളതാണല്ലോ. അല്ലാഹു ഖൈർ ചെയ്യട്ടെ. വദാഇൻ്റെ തവാഫിന് പോകുമ്പോൾ ഒരു മര്യാദ, സാധനങ്ങളൊക്കെ വാങ്ങി കെട്ടി റെഡിയാക്കി വെക്കുക. യാത്രൻ്റെ ഓർഡർ കിട്ടുമ്പോൾ മദീനത്തേക്കാണെങ്കിൽ മദീനത്ത്, ഇല്ലേ നാട്ടിലേക്കാണെങ്കിൽ നാട്ടിൽ, സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചൊക്കെ ക്ലിയർ ആക്കിയിട്ട് മക്കത്ത് പോവുക. കഅബ ഷരീഫിനെ ഞാൻ യാത്ര പറയുന്ന തവാഫ് 7ാമത്തെ ചുറ്റിങ്ങനെ പൂർത്തിയാക്കി വരുമ്പോൾ അല്ലാഹ് ഇതെൻ്റെ അവസാനത്തെ കാഴ്ചയാക്കല്ലേ എന്നിങ്ങനെ പറഞ്ഞു ദ്വാരക്ക. 2 റക്അത്ത് നിസ്കരിച്ച് പോരുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക. കഅബ ഷരീഫിനെ കണ്ട് അല്ലാഹ്
കഅബ ഷരീഫേ, അള്ളാഹുവിൻ്റെ വീട്, നിന്നെ വിട്ടുപിരിയാൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ നിയമം, നാട്, വ്യവസ്ഥ വെച്ചുകൊണ്ട് ഞാൻ പോകട്ടെ, ഇത് അവസാനത്തെ കാഴ്ചയാക്കല്ലേ, എനിക്ക് വീണ്ടും വരണേ, വീണ്ടും വരണേ. നടന്നു. കുറച്ചുകൂടി എത്തിയിട്ട് തിരിഞ്ഞു നോക്കി, വീണ്ടും കഅബ ഷരീഫ് കാണാൻ, ഒന്നുകൂടി ദ്വാരക്ക, അവസാനത്തെ കാഴ്ചയാക്കല്ലേ, വീണ്ടും നടന്നു. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ കഅബ കാണുന്നില്ല. ഇനി വേഗം പോരാ, ഇനി വേഗം പോരാ. സർക്കാർ ഹാജിമാർക്കൊക്കെ എങ്ങോട്ടാ പോകാനുള്ളത്? എങ്ങോട്ടാ പോകാനുള്ളത്? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ. മദീനയിലേക്ക് സ്വലാത്ത്, സ്വലാത്ത്, സ്വലാത്ത്. ഇൻഷാ അല്ലാഹ് മദീന മുനവ്വറ, അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. മുത്ത് നബിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കുറച്ച് ദിവസം താമസിക്കുമ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയ പരിശുദ്ധി വർദ്ധിക്കും, പരിമളം വർദ്ധിക്കും. ഇൻഷാ അല്ലാഹ് മദീന ഒരല്പം ഒരു സ്വലാത്ത് കാര്യമൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒരു ഉസ്താദുമാരൊന്ന് ദുആ ചെയ്ത് കൊടുക്കുക. എനിക്ക് എൻ്റെ കൂടെ പല പ്രാവശ്യം നമ്മുടെ ഹജ്ജിന് സഹായിച്ച അദ്ദേഹമാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന് ജനാസ കുളിപ്പിച്ച് നിസ്കരിക്കാൻ ഞാൻ അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ഹംസക്കോയ, അദ്ദേഹം ഇവിടുത്തുകാരനാണ്, ദ്വീപുകാരനാണ്, പിന്നെ ഇവിടെ വന്ന് താമസമായത്. അപ്പോൾ അദ്ദേഹവും ഭാര്യയൊക്കെ ഡോക്ടർമാർ, അവരൊക്കെ നമ്മളെ കൂടെ ഹജ്ജിന് സ്ഥിരമായിട്ട് വരുന്ന ആൾ. പെട്ടെന്ന് ഇന്നലെ അറ്റാക്ക് ഉണ്ടായി, ഇന്ന് മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കണം. അള്ളാഹു ഹജ്ജിന് ഉദ്ദേശിച്ച ഒരാൾക്കും തടസ്സം നൽകല്ലേ അള്ളാഹ്, ഒരു പ്രയാസം നൽകല്ലേ അള്ളാഹ്. അള്ളാഹുവെ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അള്ളാഹ്, തഖ്വ നൽകണേ അള്ളാഹ്, ഇഖ്ലാസ് നൽകണേ അള്ളാഹ്, ഇസ്സത്ത് നൽകണേ അള്ളാഹ്, റാഹത്ത് നൽകണേ അള്ളാഹ്, മബ്റൂറായി ചെയ്യാൻ ഭാഗ്യം നൽകണേ അള്ളാഹ്, മഖബൂലായി ചെയ്യാൻ തൗഫീഖ് നൽകണേ അള്ളാഹ്.